കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങ് ആരംഭിച്ചു. മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെ ആദരിക്കും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്തേനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. Have shaped the critical discourse and cinematic practices in the country. As a part of the 30th FK, 3 of his landmark films have showcased in the retrospective section, celebrating his enduring legacy. He too will be honoured by the Honourable Chief Minister at this function. We believe that this 8-day festival has offered all the delegates a rich and memorable cinematic experience. That was my official speech. ആർബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, അനന്തപുരിയുടെ സിനിമാ ദിവസങ്ങൾക്ക് ഇന്നിതാ തിരശ്ശീല വീഴുകയാണ്. സമാപന ചടങ്ങ് ആരംഭിച്ചോ? വിവരങ്ങൾ എങ്ങനെ? അമൃത, 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നിശാഗന്ധിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കഴിഞ്ഞ 7 ദിവസം സിനിമയുടെ ലോകമായിരുന്നു തലസ്ഥാന നഗരി. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത്തവണത്തെ IFFKയുടെ ശോഭ കെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കാരണം 19 ചിത്രങ്ങൾക്ക് കേന്ദ്രം വിലക്കേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പല ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ കഴിയാതെ ഒടുവിൽ ഏറ്റവും ഒടുവിലൊക്കെ ആയിട്ടാണ് പല സിനിമകൾക്കും കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി ലഭിച്ചത് തന്നെ. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ 30ാമത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ശോഭ കെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതേപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള റസൂൽ പൂക്കുട്ടി അദ്ദേഹം ഈ പരിപാടിക്ക് എത്തുന്നത് തന്നെ ഇന്നായിരുന്നു അതിന്റെ സമാപനം. ഇപ്പോൾ എന്തായാലും എല്ലാം മറന്നുകൊണ്ട് ഈ സിനിമാ പ്രേമികളെല്ലാം തന്നെ നിശാഗന്ധിയിൽ ഒത്തുകൂടുന്ന കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ പ്രഗത്ഭ സംവിധായകനും അതുപോലെ തന്നെ കോട്ടയം KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിന്റെ ചെയർമാനുമായിട്ടുള്ള സയ്യിദ് മിർസയെ ആദരിക്കും. മൗറിത്തേനിയൻ സംവിധായകനും 30ാമത് മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവുമായിട്ടുള്ള അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. ജൂറി പേഴ്സൺ ആയിട്ടുള്ള മുഹമ്മദ് റൂസലാഫിനെയും മുഖ്യമന്ത്രി ആദരിക്കും. തുടർന്ന് മേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കും. സിനിമയ്ക്കുള്ള ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം അവാർഡ്, അതേപോലെ തന്നെ മറ്റ് അവാർഡുകളായിട്ടുള്ള പ്രേക്ഷക അവാർഡ്, തിയേറ്റർ അവാർഡ്, മാധ്യമ അവാർഡ് എന്നിവയും വിതരണം ചെയ്യും. ഏറ്റവും ഒടുവിലായിട്ട് പരിപാടിക്ക് ശേഷം സുവർണ ചകോരം നേടിയ സിനിമ നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. അമൃത. ശരി, ആർബി സനൂപാണ് വിവരങ്ങൾ നൽകിയത്.